ഒരിക്കൽ തരംതിരിച്ച് സീൽ ചെയ്ത തേങ്ങ സംഭരണ കേന്ദ്രത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി വീണ്ടും തരംതിരിക്കുന്നതാണ് കർഷകരെ പ്രയാസത്തിലാക്കുന്നത്. ഗുണമേന്മയുള്ള തേങ്ങ പലതും ഉദ്യോഗസ്ഥർ ഒഴിവാക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. തോട്ടങ്ങളിൽ വിളവെടുക്കുന്ന വിത്ത് തേങ്ങയുടെ 90% ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തരംതിരിച്ച് മാറ്റിയിടുന്നത് വലിയ നഷ്ടമാണ് കർഷകർക്ക് വരുത്തുന്നത്. 2 മാസം മുമ്പ് കാവിലുംപാറ, മരുതോങ്കര പഞ്ചായത്തുകളിൽ വിത്ത് തേങ്ങ സംഭരണത്തിന് മുന്നോടിയായി തെങ്ങ് മാർക്ക് ചെയ്തിരുന്നു. കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫീസർ ഒരു തേങ്ങ കയറ്റുമ്പോൾ ഒരു തേങ്ങ മാറ്റിയിടാൻ പറയും. 50 തേങ്ങ മാറ്റിയിട്ടേരെ കയറ്റിയേരെ 10 തേങ്ങ മാറ്റിയിട്ട് തിരിവാന്നും പറഞ്ഞു. അയാൾ നോക്കുന്നൊന്നുമില്ല. അയാൾ ഇവിടുന്ന് നിർദ്ദേശം കൊടുക്കുന്ന കൈകൊണ്ട് നോക്കുന്നൊന്നുമില്ല. വിത്തിനറ്റം പറ്റിയ തേങ്ങയായത്. ഒരു തെങ്ങിൽ നിന്ന് പരമാവധി 25 തേങ്ങയാണ് 2 ഘട്ടങ്ങളിലായി സംഭരിക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ 12 തേങ്ങ വരെ സംഭരിക്കാം. ഒരു തവണ 30-ലേറെ തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് ലഭിക്കും. ഉദ്യോഗസ്ഥരുടെ തരംതിരിവിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഒരു തെങ്ങിൽ നിന്ന് ശരാശരി 3 തേങ്ങ പോലും സംഭരിക്കാനാകാത്ത സ്ഥിതിയാണ്. തെങ്ങുമേലെ കാര്യം ശരിക്ക് ഒരു 10-150 റുപ്യ, 100-125 റുപ്യ ചിലവാകും. വിത്തേങ്ങ പറിക്കുമ്പോൾ 70 റുപ്യ കയറ്റക്കൂലി, കയറ് പിടിക്കാൻ ഇറക്കുന്നവർക്ക്, ജോലിക്കാർക്ക് എല്ലാം കൂലി കൂടുതലാണ്. ഉദ്യോഗസ്ഥന്മാർ പിടിപ്പിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ ഒന്നും അറിയണത് കുറേ ഉദ്യോഗസ്ഥന്മാർ. ഒരു തേങ്ങയ്ക്ക് വിപണിയിൽ 12 രൂപയാണ് വില. വലിയ ചെലവിൽ പറിച്ചെടുക്കുന്ന തേങ്ങ മുഴുവൻ സീൽ ചെയ്യുന്നതിന് മുൻപ് വിപണിയിൽ കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ തുക ലഭിക്കുമായിരുന്നുവെന്നും, എന്നാൽ ഒഴിവാക്കിയ തേങ്ങ 2ാം തരമായി കണക്കാക്കുന്നതിനാൽ വിപണി വില ലഭിക്കാൻ തടസ്സമുണ്ടെന്നുമാണ് കർഷകരുടെ പരാതി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.